നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. മാസങ്ങൾക്കകം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ് ഹരിയാന എന്ന സംസ്ഥാനത്ത്. ഹരിയാനയുടെ മുൻ ഉപമുഖ്യമന്ത്രിയായിരുന്ന, യുവാക്കൾക്ക് വലിയ പ്രതീക്ഷയായിരുന്ന നേതാവായിരുന്ന ദുഷ്യന്ത് ചൗട്ടാല കോൺഗ്രസുമായി ചേർന്ന് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട് ഹരിയാനയിലെ രാജ്യസഭാ ഒഴിവിൽ വരുന്ന സീറ്റിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാൻ JJPയുടെ 10 നിയമസഭാ അംഗങ്ങളും ഒരേ മനസ്സോടെ ഇറങ്ങിക്കഴിഞ്ഞു. അതുമാത്രമല്ല, കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്ന 2 ഉപാധികളാണ് ദുഷ്യന്ത് ചൗട്ടാലയ്ക്ക് ഏറ്റവും പ്രായോഗികമായത്. ഒന്നെങ്കിൽ JJPയെ കോൺഗ്രസിലേക്ക് ലയിപ്പിക്കുക, അതുവഴി ദുഷ്യന്ത് ചൗട്ടാല നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് മത്സരിക്കുക. തീർച്ചയായും ഹരിയാനയിൽ ഉപമുഖ്യമന്ത്രി സ്ഥാനം ഉൾപ്പെടെയുള്ള അദ്ദേഹം കയ്യാളിയിരുന്ന എല്ലാ സ്ഥാനങ്ങളും കോൺഗ്രസ് അധികാരത്തിലേക്ക് വരുന്ന വഴി അദ്ദേഹത്തിന് കൂടി ലഭിക്കും എന്നത് തീർച്ചപ്പെടുത്തുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ. നമുക്കറിയാം, കർഷക സമരം ഏറ്റവും കൊടുമ്പരി കൊണ്ടിരിക്കുന്ന സംസ്ഥാനം ഹരിയാനയായിരുന്നു. അതുകൊണ്ട് തന്നെ ഹരിയാനയിലെ ജനത ഒരിക്കലും കൃത്യമായും നരേന്ദ്രമോദിയുടെ കിരാത നടപടികളെ മറക്കാൻ സാധ്യതയില്ല. അതുമാത്രമല്ല, കർഷക ബില്ലും കർഷക നിയമവും അവർക്ക് അനുഭവിക്കേണ്ടി വന്ന ദുരിതങ്ങളും ഒന്നും തന്നെ അവർ മറക്കില്ല. അനിശ്ചിതകാല സമരം തുടരുകയും അതിൽ ഗത്യന്തരമില്ലാതെയാണ് BJP വിവാദ നിയമങ്ങളെല്ലാം തന്നെ പിൻവലിച്ചത്. അന്നു മുതൽ ദുഷ്യന്ത് ചൗട്ടാലയും മനോഹർലാൽ ഖട്ടറും തമ്മിൽ ഉടക്കിൻ്റെ പാതയിലായിരുന്നു. എന്നാൽ മനോഹർലാൽ ഖട്ടർ പലതവണയും നയപരമായി അദ്ദേഹത്തിനെ ഡീൽ ചെയ്തത് കാരണം അദ്ദേഹം വിട്ടുപോയില്ല. അത് കൃത്യമായും പല വേദികളിൽ, പല അഭിമുഖങ്ങളിൽ പറഞ്ഞിട്ടുള്ളതാണ് ദുഷ്യന്ത് ചൗട്ടാല. മനോഹർലാൽ ഖട്ടർ രാജിവെച്ച ആ സാഹചര്യത്തിൽ തന്നെ ദുഷ്യന്ത് ചൗട്ടാലയും ഉപമുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ചു. ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ കോൺഗ്രസിന് വലിയ രീതിയിലുള്ള മുന്നേറ്റമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേടിയെടുക്കാൻ കഴിഞ്ഞത്. ഹരിയാനയിലെ 10ൽ 10 ജയിച്ചിരുന്ന BJPയുടെ അംഗബലം 5 കുറഞ്ഞു. 5 സീറ്റുകൾ കോൺഗ്രസ് നേടി. 1 സീറ്റ് ആം ആദ്മി പാർട്ടി, അതായത് കുരുക്ഷേത്ര മണ്ഡലത്തിൽ പൊരുതിയാണ് പരാജിതരായത്. അതായത് വെറും 15,000 വോട്ടുകൾക്ക് മാത്രം. അത്രയും ശക്തമായിരുന്നു ഹരിയാനയിൽ കോൺഗ്രസിൻ്റെയും ആം ആദ്മിയുടെയും ആധിപത്യം. ആം ആദ്മിയും കോൺഗ്രസും ചേർന്ന് ഭൂരിപക്ഷം സീറ്റുകളിലും ലീഡ് നേടിയെടുത്തു എന്നുള്ളതാണ്. അങ്ങനെ നോക്കുമ്പോൾ BJPക്ക് കൃത്യമായി അറിയാം, നിലവിലെ വ്യവസ്ഥാപിത നയങ്ങളെല്ലാം തന്നെ BJPക്ക് പ്രതികൂലമാണ്. അതുമാത്രമല്ല, ബജറ്റ് അവതരണത്തിൽ ഹരിയാനയിൽ വിഹിതമൊന്നും കിട്ടിയിട്ടുമില്ല. ഇതുകൂടിയാകുമ്പോൾ ഹരിയാനയിൽ പ്രക്ഷോഭം ആളിക്കത്തും എന്നതിൽ ഒരു സംശയവുമില്ല. കൃത്യമായും BJP അവരുടെ കേന്ദ്രത്തെ സംരക്ഷിക്കാൻ വേണ്ടി, അതായത് കേന്ദ്ര നയങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി, കേന്ദ്രത്തിൽ പിന്തുണ കൊടുത്തിരിക്കുന്ന സഖ്യകക്ഷികളെ സംരക്ഷിക്കാൻ വേണ്ടി ആന്ധ്രയ്ക്കും ബീഹാറിനും വാരിക്കോരി കൊടുക്കുന്ന രാഷ്ട്രീയ സാഹചര്യമാണ് കണ്ടത്. ഹരിയാനയിലെ ജനത അനുഭവിക്കുന്ന ദുരന്തത്തിന് പരിഹാരമേകാൻ ഇനി ഭൂവിന്ദർ സർക്കാരിന് മാത്രമേ പറ്റുകയുള്ളൂ. ഹൂഡ അധികാരത്തിൽ വരേണ്ടത് കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്. കോൺഗ്രസ് സർക്കാർ രൂപീകരിച്ചാൽ മാത്രമേ തീർച്ചയായും കരുത്തുറ്റ ഒരു ഭരണം കാണുകയുള്ളൂ. അതായിരിക്കും കൃത്യമായും ഡൽഹി ജനതയ്ക്കും ആശ്വാസമാകുന്ന. കാരണം കുടിവെള്ള പ്രശ്നത്തിൽ ഉൾപ്പെടെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും അയവ് വരും. ഇതാണ് ഇപ്പോൾ ഹരിയാനയിൽ ആം ആദ്മിയും കോൺഗ്രസിന് വേണ്ടി മുറവിളി കൂട്ടുന്ന ഒരു കാര്യം.